നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ പന്നിക്കെണി അപകടക്കെണിയായി മാറിയപ്പോൾ നഷ്ടമായത് ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ ജീവനാണ്. ഈ നിലമ്പൂരിൽ വോട്ടിനായി നെട്ടോട്ടം ഓടുന്ന മുന്നണികൾ ഇതൊരു ആയുധമാക്കാതെ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുന്ന മലയോര ജനതയുടെ കണ്ണുനീർ ഇനിയെങ്കിലും കാണണം. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. നിലമ്പൂരിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് 10ാം ക്ലാസ്സുകാരനായ ജിത്തു. മറ്റ് 2 കുട്ടികൾക്കും ഷോക്കേറ്റു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു. സംഭവം രാഷ്ട്രീയമായി ഏറ്റെടുത്ത് UDFും NDAയും. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നിലമ്പൂർ. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക്. സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിര. 13-ന് മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിൽ. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കടയിലെ കണക്കുകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റിംഗ് നടത്തും. ജീവനക്കാർക്കെതിരെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബം. ഇലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ബജറ്റ് ബില്ലിന് എതിർത്ത് വോട്ട് ചെയ്യാൻ ഡെമോക്രാറ്റുകൾക്ക് ഫണ്ട് നൽകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നറിനെ നേരിടും. ഞാൻ ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മലപ്പുറം വഴിക്കടവിൽ 10ാം ക്ലാസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നരഹത്യക്ക് പോലീസ് കേസെടുത്തു. ഇന്നലെയാണ് വഴിക്കടവിൽ മീൻ പിടിക്കുന്നതിനിടെ വഴിക്കടവ് സ്വദേശി അനന്തു എന്ന ജിത്തു മരിച്ചത്. സംഭവത്തിൽ രാത്രി UDFിന്റെ വൻ പ്രതിഷേധമുണ്ടായി. നിലമ്പൂരിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിൽ ആ ഒരു ശ്രമം സംഘർഷത്തിലാണ് കലാശിച്ചത്. വളരെ സമാധാനപരമായാണ് പ്രതികരിച്ചത്. നിങ്ങൾ കണ്ടതാണല്ലോ, ആദ്യം മുതൽ നിങ്ങളുണ്ടല്ലോ. ആ സമാധാനപരമായി പ്രതിഷേധിച്ച UDFിന്റെ പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കാനും അവരെ വണ്ടിയിൽ കയറ്റി അവരെ മർദ്ദിക്കാനും, അതുമാത്രമല്ല അവരെ വല്ല വാഗൺ ട്രാജഡിയിൽ ഇടുന്നത് പോലെ അവരതിനിട്ട് കൊട്ടിയടച്ച് ഈ രൂപത്തിൽ അവരെ മർദ്ദിക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായത്. ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച, KSയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ച. ഈ കൊലപാതകം സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാവും. സംഭവത്തിൽ നമ്മുടെ വിഷമം ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും രേഖപ്പെടുത്തുക. ഒരു ബസ് അപകടം ഉണ്ടായി, അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങളുണ്ടായി, അതിനെ ഉടനെ രാഷ്ട്രീയമാക്കിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാം, അത് ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാം. അതൊക്കെ സാധാരണ അത് കോൺഗ്രസിന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിന്റെ, UDFിന്റെ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയപരമായി ഏറ്റെടുത്തിരിക്കുകയാണ് മുന്നണികളെല്ലാം തന്നെ. വിശദാംശങ്ങളുമായി അരവിന്ദനുണ്ട്. അരവിന്ദൻ, ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അപകടം ഫെൻസിംഗ് കറണ്ട് എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നെന്നാണ് ഇപ്പോൾ FIR റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ FIRൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഐശ്വര്യ, തീർച്ചയായും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് ഇന്നലെ വൈകിട്ട് വഴിക്കടവിൽ ഉണ്ടായത്. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടന്നു. ഇപ്പോൾ ജിത്തുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 9 മണിയോടെ അവിടെ പോസ്റ്റ്മോർട്ടം നടക്കും. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. 5 കുട്ടികൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. തോട്ടിൽ, വഴിക്കടുള്ള വെള്ളക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് തോട്ടിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു. ഈ സംഭവത്തിലാണ് അബദ്ധത്തിൽ ജിത്തു പന്നിക്കിടിക്ക് വേണ്ടി വെച്ചിരുന്ന ലൈനിലേക്ക്, കമ്പിയിലേക്ക് അബദ്ധത്തിൽ ചവിട്ടുന്നത്. അങ്ങനെയാണ് ജിത്തുവിനെ ഷോക്കേൽക്കുന്നത്. ജിത്തുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റ് 2 പേർ കൂടി പരിക്കേറ്റു. ആ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി മെച്ചമാണ്. അവർക്ക് അല്പസമയത്തിന് അവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ജിത്തുവിന് പക്ഷേ രക്ഷിക്കാനായില്ല, ആശുപത്രിയിൽ എത്തുകയും രക്ഷിക്കാനായില്ല. FIRൽ പറയുന്നത് മനഃപൂർവ്വം നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. വൈദ്യുതി ലൈനിൽ നിന്ന് പന്നിയെ പിടിക്കാനുള്ള വെയിലിൽ നിന്ന് ആണ് ഷോക്കേറ്റത്. മരത്തിലൂടെ പച്ചമുളയിൽ നിന്ന് കമ്പി വെച്ചിട്ടായിരുന്നു തോട്ടിലേക്ക് ഇട്ടിരുന്നത്. ഇതിൽ ചവിട്ടിയാണ് അപകടമുണ്ടായത്. ഇക്കാര്യങ്ങളെല്ലാമാണ് FIRൽ പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്.
UDF പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഈ സംഭവം അറിഞ്ഞതോടെ UDFിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ നേതാക്കളെല്ലാം രാജു പി നായർ തുടങ്ങിയ നേതാക്കളെല്ലാം നിലമ്പൂരിലെത്തി റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധം നീക്കം ചെയ്യാനെത്തിയ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അവസാനം വാഹനത്തിൽ കയറ്റിയ പ്രവർത്തകരെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷമാണ് പ്രശ്നം അവസാനിച്ചത്. UDF സ്ഥാനാർത്ഥി ആര്യനും ഷൗക്കത്തും സ്ഥലത്തെത്തി. ഇതിനുശേഷം NDA വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഷോൺ ജോർജിൻ്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് ഇതെന്നാണ് UDF നേതാക്കളും NDA നേതാക്കളും ആരോപിച്ചത്. ഇന്നും അതിൻ്റെ തുടർച്ച നിലമ്പൂരിൽ ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകളുണ്ട്. പ്രതിഷേധം രാവിലെ മുതൽ ഉണ്ടാവും. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയതിനു ശേഷമായിരിക്കും ഇത്തരം പ്രതിഷേധമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഐശ്വര്യ. അരവിന്ദൻ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ സർക്കാരിനൊരു പങ്കുമില്ല, വനം വകുപ്പിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഇത് സർക്കാരിൻ്റെ ഇതല്ല എന്നാണ് പറയുന്നത്. അതേസമയം ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ ഒരു ജീവൻ എടുത്തതിൽ ഉത്തരവാദി ആരാണ്? ഐശ്വര്യ, തീർച്ചയായും ഇതിൽ സർക്കാരിന് പങ്കുണ്ട്, KSEBിക്ക് പങ്കുണ്ട് എന്നുള്ള വസ്തുതയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലമ്പൂരിൽ ഇത്തരം അനധികൃതമായി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൽ നിന്നും കറണ്ട് എടുത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. ഇതിന് പ്രധാന കാരണം വന്യമൃഗ ശല്യങ്ങളെ പലപ്പോഴും കാട്ടിലൂടെയുള്ള സ്ഥലത്ത് വൈദ്യുതി ലഭിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ പന്നികളും മറ്റും വന്യമൃഗങ്ങൾ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വൈദ്യുതി എടുക്കുന്നത്. അനധികൃതമായി എടുക്കുന്ന ഇത്തരം വൈദ്യുതി എടുക്കുന്ന ആളുകളെ കണ്ടെത്താൻ KSEBിക്ക് കഴിയാറില്ല. അഥവാ കണ്ടെങ്കിൽ തന്നെ അവർ കർശനമായ നടപടികൾ എടുക്കാറില്ല. അതാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് വലിച്ചൊഴിച്ചത്. അതിനാൽ തന്നെ സർക്കാരിന് ഉത്തരവാദിത്തം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് കൃത്യമായി ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. KSEBിക്ക് ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങളുണ്ടെന്ന് അറിയാവുന്നതാണ്. അതിനുവേണ്ട പരിശോധനകളോ മറ്റോ അവർ നടത്തുന്നില്ല, നടപടികൾ എടുക്കുന്ന അതൊരു സുപ്രധാനമായ കാര്യം തന്നെയാണ്. ഒപ്പം വന്യജീവികളെ ആളുകൾ ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോകുന്നത് വന്യജീവികളിൽ നിന്ന് സുരക്ഷ തേടിയാണ്. വന്യജീവികൾ വലിയ തോതിൽ ഇവിടെ സ്വത്തിനും അതുപോലെ തന്നെ ജീവനുമെല്ലാം നാശനഷ്ടങ്ങൾ വരുത്തുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് നാട്ടുകാർ ഒരു തരത്തിലേക്ക് പോകുന്നത്. അതിനാൽ തന്നെ ഇതിൽ സർക്കാരും അനധികൃതമായി വൈദ്യുതി എടുത്ത എല്ലാ ആളുകളും ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദികളാണ് എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. ഐശ്വര്യ. ശരി അരവിന്ദൻ. അനന്തുവിൻ്റെ പോസ്റ്റ്മോർട്ടം 9 മണിയോടെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരവിന്ദൻ. ഈ വന്യമൃഗ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് മലപ്പുറത്തെ മലയോര മേഖല. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 5 പേർക്കാണ് പരിക്കേറ്റത്. അതേസമയം മാസ് കോമ്പിംഗ് നടത്തിയിട്ടും കാളികാവിലെ നരഭോജിക്കടുവയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിലമ്പൂരിനടുത്ത് മമ്പാടാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റത്. മമ്പാട് സ്വദേശികളായ ജാനകി, അസൈനാർ, സുഹറാബി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജാനകിയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് പന്നി ആക്രമിച്ചത്. നിലമ്പൂരിനടുത്ത് പാലപ്പറമ്പിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞതിനെ തുടർന്ന് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവും വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ ആഴ്ചകൾ പിന്നിട്ടിട്ടും പിടികൂടാനായില്ല. 60 ദൗത്യസംഘം ആഴ്ചകളായി തിരഞ്ഞിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ 2 ദിവസങ്ങളിലായി പ്രദേശത്ത് വിപുലമായ പരിശോധന നടത്തി. സംസ്ഥാന വനപരിശീലന കേന്ദ്രത്തിലെ ട്രെയിനികൾ, ഈസ്റ്റേൺ സർക്കിളിൽ വിവിധ ഡിവിഷനുകളിലെ 160ഓളം ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് മേഖലയിൽ വ്യാപക പരിശോധന നടത്തിയത്. എന്നാൽ കിലോമീറ്ററുകളോളം തിരച്ചിൽ നടത്തിയിട്ടും കടുവയുടെ സാന്നിധ്യമോ കാൽപ്പാടുകളോ കണ്ടെത്താൻ സാധിച്ചില്ല. 60 ദൗത്യസംഘം നാളെയും തിരച്ചിൽ തുടരും. കടുവ ഭീഷണി കാരണം ആഴ്ചകളായി ജോലിക്ക് പോകാൻ കഴിയാത്ത പ്രദേശത്തെ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. ഇലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ ബജറ്റ് ബില്ലിന് എതിർത്ത് വോട്ട് ചെയ്യാൻ ഡെമോക്രാറ്റുകൾക്ക് ഫണ്ട് നൽകിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇലോൺ മസ്കിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. സർക്കാരിന്റെ നികുതി ഇളവുകൾ റദ്ദാക്കുന്ന കോസ്റ്റ് ബില്ലിനെ മസ്ക് വിമർശിക്കുകയും ട്രംപിന്റെ താരിഫ് നയങ്ങൾ മാന്ദ്യത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ ഇംപീച്ച്മെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു പോസ്റ്റും ട്രംപിന്റെ മുൻകാല ബന്ധങ്ങളെക്കുറിച്ചും മസ്ക് വെളിപ്പെടുത്തി. എന്നാൽ ആ പോസ്റ്റ് പിന്നീട് മസ്ക് എക്സിൽ നിന്ന് നീക്കം ചെയ്തു. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തും. കടയിലെ കണക്കുകൾ പോലീസിന്റെ മേൽനോട്ടത്തിൽ ഓഡിറ്റിംഗ് നടത്തും. ജീവനക്കാർക്കെതിരെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബം വിശദാംശങ്ങളുമായി അൺഫിൽഡ് ചേരുകയാണ്. അൺഫിൽഡ്, ഈ ഒരു ജീവനക്കാർക്കെതിരെ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ കുടുംബം ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ജീവനക്കാരെ അവർ ചോദ്യം ചെയ്യുകയും അതേസമയം ആ ജീവനക്കാർ സമ്മതിക്കുകയാണ്, തങ്ങൾ പൈസ അടിച്ചു മാറ്റി എന്ന് സമ്മതിക്കുകയുമാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണം ഇനി കുറച്ചുകൂടി എളുപ്പമാകില്ലേ?
ഉറപ്പാണ് ഐശ്വര്യ. കാരണം ഇതിന് സാമ്പത്തികമായ ഒരു തട്ടിപ്പ് കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല 68 ലക്ഷം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നു. 68 ലക്ഷം രൂപ ജീവനക്കാർ 3 പേരും ചേർന്ന് പറ്റിച്ചു കബളിപ്പിച്ചു എന്ന രീതിയിലാണ് കൃഷ്ണകുമാർ മകളും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഇവരുടെ കൃത്യമായി ഇവരുടെ അക്കൗണ്ടുകൾ മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. ഓഡിറ്റിംഗ് കൃത്യമായി വിജയമാക്കേണ്ടതുണ്ട്. ഇതൊക്കെ പരിശോധിച്ച ശേഷം അത് കുറച്ച് സങ്കീർണതകളിലേക്ക് നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പ്രത്യേക ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് തന്നെ ഇത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സമാനമായ രീതിയിൽ ഈ 3 പെൺകുട്ടികളും ജീവനക്കാരായ 3 പെൺകുട്ടികളും പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ ജാതിയമ്മ അധിക്ഷേപിച്ചു അടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വേറൊരു വകുപ്പായി തന്നെയും അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇരു വിഭാഗത്തിന് തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റകൃത്യങ്ങളും ഇവർ ഈ പരാതിക്കാർ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും പറയുന്നത് പരാതിയിൽ കൃത്യമായ ഗൗരവത്തോടെ ഈ വിഷയം കാണുകയും അതനുസരിച്ചാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നാലെയാണ് ഇന്നലെ കൃഷ്ണകുമാറിന്റെ കുടുംബം പുതിയ വീഡിയോയും പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ പെൺകുട്ടികൾ 3 ജീവനക്കാരായിരുന്ന പെൺകുട്ടികളും കുറ്റം അവർ അഡ്മിറ്റ് ചെയ്യുന്നു. അതായത് കുറ്റം അവർ സമ്മതിച്ചു, ഈ പൈസ അവർ തിരിമറി നടത്തിയെന്ന് അവർ തന്നെ സമ്മതിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ചോദ്യം ചെയ്യുമ്പോൾ അവർ ആ കുറ്റങ്ങൾ മുഴുവൻ സമ്മതിക്കുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഏറെ വൈകി രാത്രിയോടുകൂടി കൃഷ്ണകുമാറിന്റെ കുടുംബം യൂട്യൂബ് ചാനലിലൂടെ അത് പുറത്തുവിടുകയും ചെയ്തിരുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ ഇതും തെളിവായ അന്വേഷണ സംഘം എടുക്കും. അങ്ങനെയെങ്കിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയും ചെയ്യുകയാണ് അന്വേഷണ സംഘത്തിന്. എന്തായാലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിലെ ജീവനക്കാർ ഏറെക്കുറെ 68 ലക്ഷം എന്നാണ് പറയുന്ന കണക്ക്. ഇത്രയും വലിയ തുക അവർ തിരിമറി നടത്തുന്നു. അതേസമയം മറുഭാഗത്ത് നിൽക്കുന്നവർ വലിയ രീതിയിൽ കൃഷ്ണകുമാറിനെ മകൾക്കുമെതിരെ ആരോപണം ഘടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്യുന്നു. രണ്ട് കേസായി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഒരു 5 മാസം നീണ്ട തട്ടിപ്പാണ് ഇത്. പക്ഷേ തിരിച്ചറിയുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. ആദ്യം ഇവർ പോലീസിൽ പരാതി നൽകുന്നു. അതിനെ ഡിഫെൻഡ് ചെയ്യാനായി ഈ പരാതിക്കാർ തന്നെ ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ തെളിവുകളെല്ലാം ഈ ഒരു പരാതിക്കാർക്കും എതിരാകുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഈ പ്രതികളെന്ന് പറയുന്ന ഈ 3 പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും അത് എതിരായി വരില്ലേ? അങ്ങനെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബം ഈ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ചോദ്യം ചോദിക്കുന്നു എന്ന് പറയുമ്പോഴും കൃഷ്ണകുമാറിന്റെ കുടുംബം പറയുന്നത് ഇത് കൃത്യമായി തങ്ങൾക്ക് തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറി നടത്തുമ്പോൾ സ്വാഭാവികമായി കേസായി മാറുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായി എവിഡൻസ് ശേഖരിക്കുക എന്നതിന്റെ ഭാഗമായാണ് ഇത് ഇവരെ വിളിച്ചു വരുത്തുകയും ഇത് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തത്. അതേസമയം ഈ പെൺകുട്ടികൾ ആദ്യം പുറത്തുവിട്ട വീഡിയോയിൽ കൃഷ്ണകുമാറിന്റെ മകൾ അസഭ്യം പറഞ്ഞു എന്ന രീതിയിൽ മോശമായി സംസാരിച്ചു, ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആ വീഡിയോയിൽ പോലും, ഇവർ പുറത്തുവിട്ട ആ വീഡിയോയിൽ ഓഡിയോ സന്ദേശത്തിൽ പോലും കൃത്യമായി ഈ സാമ്പത്തിക തിരിമറി നടത്തി എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നതിന്റെ തെളിവുകളും ആ ശബ്ദരേഖയിലുണ്ട്. അതായത് ഈ പരാതിക്കാരെ പെൺകുട്ടികൾ പുറത്തുവിട്ട ശബ്ദരേഖയിൽ പോലും ഇവർ ആ തെറ്റുകൾ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നതായിട്ടുള്ള തെളിവുകളും അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇരു വിഭാഗത്തിലും കൃഷ്ണകുമാറിന്റെ കുടുംബം നൽകിയ പരാതിയിലും ഒപ്പം തന്നെ ഈ പെൺകുട്ടികൾ നൽകുന്ന പരാതി, ഈ രണ്ടിനും കൃത്യമായ തെളിവുകൾ പോലീസിന്റെ ഭാഗത്തുണ്ട്. അതേസമയം ഇവർ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ തെളിവ് ഇപ്പോൾ കണ്ടെത്താനായിട്ട് അത് ഈ കുട്ടികളുടെ പരാതിക്കാരുടെ മൊഴി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസുമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ശരി അൺഫിൽഡ്. നടൻ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരായ കേസിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫിൽഡ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ വനവുമായി അതിർത്തി പങ്കിടുന്ന പട്ടയഭൂമിയുടെ കൈമാറ്റത്തിന് വനം വകുപ്പിന്റെ NOC വേണമെന്ന നിർദ്ദേശം. ഇതോടെ ഇടുക്കിയുടെ മലയോര മേഖലയിലുള്ള കർഷകർ ആശങ്കയിലാണ്. 2013 സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയഭൂമിയുടെ കൈമാറ്റത്തിന് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ സ്വദേശി സുനിൽ ഭൂമി വാങ്ങിയ ശേഷം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോഴാണ് വിവാദ ഉത്തരവ് കാണിച്ച് സബ് രജിസ്ട്രാർ തടസ്സമുന്നയിച്ചത്. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. രജിസ്റ്റർ ചെയ്യുന്ന ഭൂമി വനംവകുപ്പിന്റേതല്ലെന്ന് തെളിയിക്കാനാണ് നിരാക്ഷേപ പത്രം ആവശ്യപ്പെടുന്നത്. ഇതോടെ മലയോര മേഖലയിലെ വസ്തു ഉടമകൾ ആശങ്കയിലായി. ജണ്ടയ്ക്ക് പുറത്ത് വനം റവന്യൂ വകുപ്പുകളുടെ ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പട്ടയം നൽകിയ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ
ചെയ്യുന്നതിന് വനം വകുപ്പിന്റെ NOC ആവശ്യപ്പെടാറുണ്ടായിരുന്നില്ല. എന്നാൽ വനം വകുപ്പ് ഇപ്പോൾ പഴയ ഉത്തരവ് പൊടിതട്ടിയെടുത്ത് രജിസ്ട്രാർക്ക് കൈമാറിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി വില്ലേജിൽ കരമടയ്ക്കുന്ന ഭൂമി പോലും കൈമാറ്റം ചെയ്യണമെങ്കിൽ വനം വകുപ്പിന്റെ NOC വേണമെന്ന നിയമം കുടിയേറ്റ കർഷകരെ പ്രതിസന്ധിയിലാക്കും. ഇതിന് തൊട്ട് മുൻപ് നമ്മൾ മറ്റ് പലരും ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തപ്പം അതിന് അങ്ങനെ തടസ്സങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് പോസ്റ്റിൻ്റെ NOC വേണമെന്നും പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. നമ്മൾ ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ച് സർക്കാർ നമുക്ക് കോഴിമല എന്ന് പറയുന്ന സ്ഥലം തന്നതാണ്. ആ സ്ഥലത്തിനാണ് ഇങ്ങനെ വിഷയം വന്നിരിക്കുന്നത്. വസ്തു ഉടമകൾക്ക് വനം വകുപ്പിന്റെ NOC ലഭിക്കണമെങ്കിൽ DFOയ്ക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കാൻ സംവിധാനമില്ലാത്തതിനാൽ അപേക്ഷകൻ നേരിട്ട് DFO ഓഫീസിൽ എത്തണം. കട്ടപ്പന, ഇടുക്കി മേഖലയിലുള്ളവർ NOCക്ക് അപേക്ഷിക്കേണ്ടത് കോട്ടയം ഓഫീസിലാണ്. ഇതിൽ തുടർ നടപടികൾ പൂർത്തിയാക്കാൻ 6 മാസമെങ്കിലും സമയമെടുക്കും. വനം വകുപ്പിന് തർക്കമുണ്ടെങ്കിൽ NOC ലഭിക്കാനും സാധ്യതയില്ല. അമൃത ന്യൂസ്, ഇടുക്കി. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. ചുരത്തിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ആളുകൾ കൂട്ടം കൂടുന്നതിനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 10 മുതൽ അർദ്ധരാത്രി വരെയാണ് ഗതാഗത നിയന്ത്രണം. പെരുന്നാൾ ആഘോഷവും അവധി ദിനവും പ്രമാണിച്ച് വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ എത്തുമ്പോൾ ചുരത്തിൽ ഗതാഗത തടസ്സത്തിന് ഇടയാക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് താമരശ്ശേരി പോലീസ് അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് നിലമ്പൂർ. കൂടുതൽ സംസ്ഥാന ദേശീയ നേതാക്കൾ മണ്ഡലത്തിലേക്ക് എത്തും. സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് മന്ത്രിമാരുടെ നീണ്ട നിരയാണ്. വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, 13-ന് പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും എത്തുന്നുണ്ട് നിലമ്പൂരിലേക്ക്. അതായത് പ്രചാരണം കൊഴുക്കുകയാണ് അല്ലേ? ഐശ്വര്യ, വലിയ വീറും വാശിയും തന്നെയാണ് നിലമ്പൂരിലാകെ തന്നെ കാണാൻ കഴിയുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സംസ്ഥാന ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് നിലമ്പൂരിൽ ചർച്ചയാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കുട്ടി മരിക്കുന്ന സംഭവം കൂടി ഉണ്ടാകുന്നത്. അതും തെരഞ്ഞെടുപ്പ് ഒരു പ്രചരണ വിഷയമായി ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് സ്വാഭാവികമായി നിലമ്പൂരിൽ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്ന് പറയുന്നത് വന്യമൃഗശല്യം തന്നെയാണ്. അത് വളരെ കൃത്യമായി തന്നെ BJPയും അതുപോലെ തന്നെ UDFും മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ ആരോപണമായി LDFും വിഷയം ഉയർത്തിക്കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരം ദാരുണമായ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നത്. അതുകൂടി പക്ഷേ ഈ വലിയ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി കൂടി ഇപ്പോൾ UDFും BJPയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മന്ത്രിമാർ കൂടി പ്രചരണത്തിന്റെ ഭാഗമായി റിയാസ് അടക്കമുള്ള മന്ത്രിമാർ സ്വരാജിന് വേണ്ടി രംഗത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ മന്ത്രിമാർ ഈ വരുന്ന ദിവസങ്ങളിൽ എത്തുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് UDF, അതായത് കഴിഞ്ഞ ദിവസം LDF പെൻഷൻകാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. അതിന് മറുപടിയായി ഇന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഒരു സംഗമം കൂടി UDFിന്റെ ഭാഗത്തുണ്ടാകുന്നു. മുൻ KPC അധ്യക്ഷൻ BM സുധീരനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളിലെ മുഴുകി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്ന. BJPയെ സംബന്ധിച്ച് സുരേഷ് ഗോപി തുടങ്ങി വെച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അത് കൂടുതൽ കേന്ദ്രമന്ത്രിമാരെ കൂടി തന്നെ കൺവെൻഷനിലേക്ക് എത്തിക്കാൻ, കൂടുതൽ യോഗങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന നേതാക്കൾ, പ്രത്യേകിച്ച് ഷോൺ ജോർജ്, അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മണ്ഡലം കേന്ദ്രീകരിച്ച് കൃത്യമായി നിന്നുകൊണ്ട് തന്നെയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനോടൊപ്പം നിൽക്കാൻ തന്നെയാണ് PV അൻവറിന്റെ നേതൃത്വത്തിൽ വിശാല സംവിധാനം കൂടി രംഗത്തിറങ്ങിയിട്ടുള്ളത്. കൂടുതൽ സാധാരണക്കാരുടെ പിന്തുണ തേടിയാണ് അൻവർ വോട്ട് തേടുന്നത്. ഇന്ന് UDF സ്ഥാനാർത്ഥിയും അതുപോലെ UDF സ്ഥാനാർത്ഥി ഇന്ന് മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചാണ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. LDFിന്റെയും NDA സ്ഥാനാർത്ഥി കരുളായി അടക്കമുള്ള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണ പ്രവർത്തനങ്ങളുള്ളത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് LDFിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ. ഏതായാലും വാശിയേറിയ പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ പോരാട്ടത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു നാന്ദി കുറിക്കലായി മാറും. മാത്രമല്ല സംസ്ഥാനത്ത് ഒരു ട്രെൻഡ് രൂപപ്പെടും. അത് LDFിനായാലും UDFിനായാലും മാത്രമല്ല BJPക്ക് അനുകൂലമാണെങ്കിൽ അങ്ങനെ ആ ട്രെൻഡുകൾ നോക്കി ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം വാശി ഓരോ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നത്. ഒപ്പം തന്നെ അഭിമാന പോരാട്ടം എന്ന രീതിയിൽ നിന്ന് അപ്പുറത്തേക്ക് മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടിയുണ്ട്. ഇപ്പോഴും വാതിലുകൾ അടക്കാതെയുള്ള ഒരു നീക്കം എന്ന് വേണമെങ്കിൽ അൻവറിന്റെ നീക്കത്തെ നമുക്ക് കാണാം. കാരണം UDF നേതാക്കളെ ഒരു തരത്തിലും പരാമർശിക്കാതെ വിമർശിക്കാതെ അൻവർ VD സതീശനെ മാത്രം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മാത്രം വിമർശിച്ചു പോകുന്ന ഒരു ഇതിലേക്ക് പോകുന്നത്. ഈ രണ്ടുപേരെ മാത്രമാണ് അൻവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ UDFിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും അൻവർ UDFിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും എത്തണമെന്ന നിലയിലേക്ക് നിലപാടെടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള വളരെ തന്ത്രപരമായ നീക്കമാണ് PV അൻവറിന്റെ ഭാഗത്ത് നടക്കുമുണ്ടാകുന്നത്. ഏതായാലും വലിയ രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ മാറിയിട്ടുള്ളത്.
പ്രശാന്ത്, മറ്റൊരു കാര്യം, നിലമ്പൂരിൽ നിന്നുള്ളൊരു സങ്കടകരമായ ഒരു വാർത്തയാണ്. പന്നിക്ക് വെച്ച കെണി അതൊരു അപകടക്കെണിയായി മാറിയപ്പോൾ ഒരു 15 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം തന്നെ ഇതൊരു ആയുധമാക്കില്ലേ? ഈ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഈ ഒരു വിഷയം ആയുധമാക്കില്ലേ? കാരണം ഇന്നലെ രാത്രിയൊക്കെയും വലിയ പ്രതിഷേധമായിരുന്നു അവിടെ അരങ്ങേറിയിരുന്നത്. ഐശ്വര്യ, ഇതിൽ നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും കുറ്റക്കാരാണെന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും സ്വാഭാവികമായും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്, വന്യജീവി സംഘർഷമുള്ളതാണ്. ഇന്നലെയും ഇന്നുമായി വിവിധയിടങ്ങളിലാണ് പന്നിയുടെ ആക്രമണങ്ങൾ ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലും നടപടിയും എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് ആക്രമണകാരിയായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള നിയമങ്ങളും മറ്റ് നടപടികളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അത് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം എന്നുള്ളതാണ്. അത് ചെയ്യാതെ, ആ വകുപ്പ് ഉപയോഗിക്കാതെ സംസ്ഥാന സർക്കാർ ഇതിനെ രാഷ്ട്രീയമായി കാണുകയാണ് ചെയ്യുന്നുള്ള വിമർശനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. മറുവശം എന്ന് പറയുന്നത് KSEB ഇപ്പോൾ, അതായത് വൈദ്യുതി മോഷണത്തിന് കേസെടുക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ പരാതി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. KSEB അറിയാതെ ഇത്തരം ഒരു നീക്കം നടത്തിയത് ഗുരുതരമായ കുറ്റമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് ജനവാസ മേഖലകളിലേക്ക് ഇത്തരം വന്യജീവികൾ സംഘടിതമായി എത്തുന്നുള്ള അവയെ ഒഴിവാക്കാൻ ആവശ്യമായ ഫെൻസിംഗ് അടക്കം പല തവണയായി നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. പ്രധാനമായി അവർ പറയുന്നത് സോളാർ ഫെൻസിംഗ് എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് ചോദ്യം. ഇന്നിപ്പോൾ 7:30 തന്നെ വനമന്ത്രി വീണ്ടും മാധ്യമങ്ങളെ കാണും, കോഴിക്കോട് മാധ്യമങ്ങളെ കാണുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് സാധാരണ അദ്ദേഹം പറയുന്നത് പോലെ ഇക്കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയില്ല, അത് പരിശോധിക്കുമെന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വനംവകുപ്പിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ മലയോര മേഖലകളിലെല്ലാം തന്നെ വനംവകുപ്പിനെതിരെ വലിയ വിമർശനം നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഈ വാർത്തയിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് വഴിക്കടവിൽ പന്നിക്കെണിയിൽ 15-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 8 പേർ പോലീസ് കസ്റ്റഡിയിൽ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മറ്റൊരു വാർത്ത നോക്കിയാൽ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് തിരുവനന്തപുരത്തെ കർഷകർ നെടുമങ്ങാട് അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിനെ സ്വാഗതം ചെയ്തത്. അവർക്ക് മുൻപിൽ വലിയ വിപണി സാധ്യതകളാണ് അന്താരാഷ്ട്ര മാർക്കറ്റ് തുറന്നു വച്ചത്. എന്നാൽ ഇന്ന് അതല്ല കഥ. അധികൃതരുടെ അനാസ്ഥ കാരണം ഒട്ടേറെ കർഷകരാണ് എല്ലാം ഉപേക്ഷിച്ചു പോയത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്താണ് കർഷകർ മണ്ണിൽ പൊന്നു വിളയിക്കുന്നത്. കടം വാങ്ങിയും പലിശയ്ക്ക് പണമെടുത്തുമാണ് പലരും കൃഷി ചെയ്യുന്നത്. കഷ്ടപ്പെട്ടാലും അവർക്ക് മുന്നിൽ വിപണി സാധ്യത ഉണ്ടെന്നത് അവരെ കൃഷിയോട് ചേർത്ത് നിർത്തി. ഹെക്ടർ കണക്കിന് ഭൂമിയിലാണ് പലരും കൃഷി ചെയ്യുന്നത്. എന്നാൽ കൃഷി ചെയ്തു കൊണ്ടുവരുന്ന കാർഷികോത്പന്നങ്ങൾ വിറ്റുപോയതിനു ശേഷം ബാക്കിയുള്ളവ ഏറ്റെടുത്ത് സൂക്ഷിക്കാൻ ഒരിടമില്ല. പണ്ടേ പണി കഴിപ്പിച്ചിട്ട കൂൾചേമ്പർ ആകട്ടെ നശിച്ച അവസ്ഥയിലുമാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കെട്ടം മുഴുക്കൻ മരക്കറിയായിരിക്കും, അപ്പുറത്തെ ആൾ മുഴുക്കൻ കൊലയായിരിക്കും. എത്ര കൊണ്ടുവന്നാലും ഒരു കൊലയോ 1 കിലോ മരക്കറി സാധനമോ തിരിച്ചു വിടുകില്ല, എടുക്കാതിരിക്കില്ല, എല്ലാം ഹോട്ടിക്കോപ്പെടുത്തു പോകുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇപ്പം ഈ അടുത്ത കാലം തൊട്ട് മനസ്സിലായി. അതിന് കാരണം ഈ മാർക്കറ്റ് വേറൊരു കമ്പനിക്ക് കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മളതിൽ ബാധിക്കപ്പെട്ടത് കൃഷിക്കാരാണ്. അത് അപ്പുറത്തോട്ട് നോക്കിയാൽ അറിയാം, 1000 കിലോ വെള്ളരിക്ക വാരിയിട്ടായിരുന്നു. മനസ്സിലായി. ഇന്ന് വെള്ളരിക്ക 60 രൂപ. അതിവിടെ കൊണ്ടുവന്ന ഒരു ചന്തയ്ക്ക് ഒരു ദിവസം, അതായത് 3 ദിവസം മാർക്കറ്റാണ്. ഒരു മാർക്കറ്റിൽ വരണ 1500-2000 കിലോ വെള്ളരിക്ക പിടിയിൽ വാരിയിട്ടിട്ടുണ്ട്. അതവിടെ കിടപ്പുണ്ട്, കാണാം. നേരെ മറിച്ച് ഈ കൂൾ ചേമ്പർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വയ്ക്കാം. ഈ 10 രൂപ അന്ന് വിറ്റെങ്കിൽ ഇന്നത് 60 രൂപ വിൽക്കുമായിരുന്നു. അതവർ നന്നാക്കിയിട്ടില്ല. അത് നന്നായി. എല്ലാവരുടെ അനാസ്ഥയാണ്. കർഷകർ കൊണ്ടുവരുന്ന കാർഷികോത്പന്നങ്ങളിൽ കുറച്ചു മാത്രം ഏറ്റെടുക്കുകയും ബാക്കി വരുന്നവ എടുക്കാൻ ഹോർട്ടികോപ്പ് തയ്യാറാകാതെ വരികയും ചെയ്തതോടെ വലിയ പ്രതിഷേധമുയർന്നു. ബാക്കി വന്ന പച്ചക്കറികൾ മാർക്കറ്റിലെ പൊന്തക്കാട്ടിൽ അധികൃതർ തന്നെ ഉപേക്ഷിച്ചു. ടൺ കണക്കിന് പച്ചക്കറികളാണ് ഇത്തരത്തിൽ അഴുകി നശിച്ചത്. കഷ്ടപ്പെട്ട് കടം വാങ്ങി കൃഷി ചെയ്തെടുത്ത ഉത്പന്നങ്ങൾ അഴുകി നശിച്ചത് കണ്ട് കർഷകരുടെ മനം മടുത്തു. പലരും കൃഷി ചെയ്യുന്നത് നിർത്തി. കൂൾ ചേമ്പറിനെ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റണമെന്നത് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടും.
ഈ തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്കെങ്കിൽ ഇത് കൃഷിയിലോട്ട് വരണമെന്നുള്ളൊരു ആശയം വരും. ഇന്നിപ്പം വില കുറവാണെങ്കിൽ സാധനം കൂടുതലാണ്, അതിനെ ശേഖരിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതിനെ നമ്മൾ ശേഖരിക്കാനുള്ള സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൃഷി ഒരിക്കലും ആരും താഴോട്ട് നിൽക്കില്ല. ഏറ്റെടുത്ത ഉത്പന്നങ്ങൾക്ക് തന്നെ കൃത്യമായി പണം ലഭിക്കുന്നുമില്ല. ലക്ഷങ്ങളാണ് ഇനിയും കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത്. വകുപ്പ് മന്ത്രി GR അനിൽ പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് വേണ്ടത് ശാശ്വത പരിഹാരമാണ്. ഓണക്കാലത്ത് വറുതിയുടെ വിത്തിറക്കാതിരിക്കാനുള്ള കരുതലാണ്. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് NCC കേഡറ്റുകൾ തീരം ശുചീകരിച്ചു. മരക്കാപ്പ് കടപ്പുറത്ത് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് NCC യൂണിറ്റ് നടത്തിയ കടലോര ശുചീകരണത്തിൽ 3 ക്വിന്റൽ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. NCC രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചു വരുന്ന പുനിത് സാഗർ അഭിയാന്റെ ഭാഗമായാണ് കടൽ തീരം ശുചീകരിച്ചത്. മരക്കാപ്പ് കടപ്പുറം മുതൽ തൈക്കടപ്പുറം വരെയുള്ള 3 കിലോമീറ്റർ ദൂരത്തിൽ കേഡറ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. NCC 32 കേരള ബറ്റാലിയൻ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിലെ 40 കേഡറ്റുകൾ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി. ആവാസ വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലോരത്ത് നിക്ഷേപിക്കുന്നതിനെതിരെ ബോധവൽക്കരണവുമായാണ് NCC ആഭിമുഖ്യത്തിൽ പുനിത് സാഗർ അഭിയാൻ സംഘടിപ്പിച്ചു വരുന്നത്. വിനോദസഞ്ചാരികൾ കടൽ തീരത്ത് നിക്ഷേപിച്ചതും കടൽ തീരത്ത് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക്കുകളും തീരത്തടിഞ്ഞ മീൻപിടുത്ത വലകളുമെല്ലാം കേഡറ്റുകൾ നീക്കം ചെയ്തു. തീരദേശം കടലുമായി ബന്ധപ്പെട്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 30-ാം വാർഡ് മരക്കാപ്പ് കടപ്പുറം കടൽ തീരം ശുചീകരിക്കുന്നതിന്റെ ഭാഗമായി NCC ടീം വളരെ നല്ല രീതിയിൽ കടൽ തീരം ഭംഗിയായി ക്ലീൻ ചെയ്യുകയുണ്ടായി. 2 മണിക്കൂർ നീണ്ട ശുചീകരണ പരിപാടിയിലൂടെ 3 ക്വിന്റൽ പ്ലാസ്റ്റിക് മാലിന്യമാണ് ശേഖരിച്ചത്. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത്, അണ്ടർ ഓഫീസർ സാനിയ വിൽസൺ, കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ KK ബാബു തുടങ്ങിയവർ കടലോര ശുചീകരണത്തിന് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, കാസർഗോഡ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ചാമ്പ്യനെ ഇന്നറിയാം. ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസിനെ നേരിടും. അതേസമയം വനിതാ ഫൈനലിൽ 2-ാം ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ കോക്കോ ഗോഫ്. സെമിയിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് ഇറ്റലിയുടെ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ഫൈനലിലെത്തിയത്. 24 തവണ ഗ്രാൻഡ് സ്ലാം നേടിയ ജോക്കോയ്ക്കെതിരെ സിന്നറിന്റെ തുടർച്ചയായ 4-ാം വിജയമായിരുന്നു അത്. ഇറ്റാലിയൻ താരം ലോറൻസ് മ്യൂസെറ്റി പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് വാക്കോവറിലൂടെ ഫൈനലിലെത്തിയത്. ലോക 1-ാം നമ്പറും 2-ാം നമ്പറും നേർക്കുനേരെത്തുമ്പോൾ മത്സരം തീപാറുമെന്ന് ഉറപ്പ്. 41 വർഷത്തിനു ശേഷമാണ് റാങ്കിങ്ങിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളവർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ക്വിസിലെ ലോക ചാമ്പ്യനെ കണ്ടെത്താൻ നടത്തിയ മത്സരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മത്സരം. ഇന്ത്യയിൽ അമൃത വിശ്വവിദ്യാപീഠവുമായി സഹകരിച്ച് 8 വേദികളിലാണ് മത്സരങ്ങൾ നടത്തിയത്. ലോകമെമ്പാടും 100 കേന്ദ്രങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, അമൃതപുരി, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരുന്നു മത്സരവേദി. ശാസ്ത്രം, ചരിത്രം, കായികം, വിനോദം തുടങ്ങി 8 വിഷയങ്ങളിലായി 240 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 മണിക്കൂർ ദൈർഘ്യമേറിയ എഴുത്തുപരീക്ഷയിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്തു. അമൃത ആശുപത്രിയിലെ ഡോക്ടർ മനു സുധാകർ 16-ാം തവണയും ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കാനെത്തിയിരുന്നു. മുൻ വർഷങ്ങളിൽ മത്സരിച്ച ഡോക്ടർ മനു സുധാകർ ഒരു തവണ ലോക ക്വിസ് ചാമ്പ്യൻഷിപ്പിലെ ആദ്യ 100 പേരിൽ ഒരാളെന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കരുതുന്നുവെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. എൻ്റെ മെമ്മറി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ പിന്നെ അമ്മയുടെ പഴയ ബുക്കൊക്കെ പഴയ SSLC ബുക്കിൽ നോക്കി കുറേയൊക്കെ പഠിച്ച് മൊബൈൽ കാണിക്കാതെ ഈ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനൊക്കെയാണ് പറയാനുള്ളത്. എനിക്ക് ക്വിസിനോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു ഞാൻ വന്നത്. ബ്രോഡായിട്ട് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. നല്ല നിലവാരം ഉണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. വെറുതെ നമുക്ക് എന്താ അറിയുക, എത്രയ്ക്ക് അറിവില്ലായ്മ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. പണ്ടോട്ട് സ്കൂൾ ലെവലോട്ട് പങ്കെടുക്കുമായിരുന്നു. പിന്നെ നമുക്ക് നോളജ് ഗെയിൻ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. അറിവിന്റെ മത്സരത്തിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠവും കിഫ് ഫാക്ടറിയും ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കിസ് ക്ലബ്ബുകൾ രൂപീകരിക്കും. സർക്കാരിന്റെ കൂടി സഹകരണത്തോടെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് കിഫ് ഫാക്ടറി ഡയറക്ടർ സ്നേഹജ് ശ്രീനിവാസ് വ്യക്തമാക്കി. അമൃത വിശ്വവിദ്യാപീഠം അടുത്ത ഒരു 3 വർഷത്തേക്ക് കേരളം
ബേസ് ചെയ്തുകൊണ്ട് IQA ഏഷ്യയുമായി സഹകരിച്ച് കേരളത്തിലെ സ്കൂളുകൾ ഒരു നോളജ് റെവല്യൂഷൻ, ഇതിന് ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് എന്നാണ് പറയുന്നത്. സ്കൂളിൻ്റെ തന്നെ ഒരു നോളജ് ലെവൽ പതുക്കെ നോളജ് ആൻഡ് സ്കിൽ ലെവൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. 2 വിഭാഗങ്ങളിലായി നടന്ന ലോക ക്വിസ് എഴുത്തുപരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയവർക്കെല്ലാം 240 ചോദ്യങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റുകളും ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച സർട്ടിഫിക്കറ്റും നൽകി. ടോട്ടൽ സ്കോറിനനുസരിച്ചുള്ള ലോക റാങ്കിങ്ങും നേടിയാണ് മത്സരാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.